ഹരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. വിവാഹ വിഷയങ്ങൾ ചിന്തിക്കുന്നതിൽ സ്ത്രീ പുരുഷന്മാരുടെ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള പൊരുത്തചിന്തയിൽ സ്ത്രീ ദീർഘപ്പൊരുത്തത്തെപ്പറ്റി ചിന്തിക്കുവാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സ്ത്രീയുടെ ജന്മനക്ഷത്രത്തിൽ നിന്നും പുരുഷൻ്റെ ജന്മനക്ഷത്രം 14 അതിൽ കൂടുതലോ ആയി നിന്നാൽ സ്ത്രീ ദീർഘപ്പൊരുത്തം ഉത്തമമായിരിക്കും. ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ സ്ത്രീയുടെ നക്ഷത്രത്തിൽ നിന്നും പുരുഷ നക്ഷത്രം 8-നും 14-നും ഇടയ്ക്കായാൽ സ്ത്രീ ദീർഘപ്പൊരുത്തം മധ്യമമായി കണക്കാക്കാമെന്ന് പറയുന്നു. 8-ൽ കുറയുന്നത് അധമമാണ്. ചിലരുടെ അഭിപ്രായത്തിൽ 10 മുതൽ 18 വരെ മധ്യമവും 19 മുതൽ 27 വരെ ഉത്തമവുമാണ്. ഇത് സ്ത്രീക്ക് സുഖത്തെയും സമ്പത്തിനെയും പ്രദാനം ചെയ്യുന്നു. സ്ത്രീ ദീർഘപ്പൊരുത്തം ഗണപ്പൊരുത്തമില്ലായ്മയ്ക്ക് പരിഹാരമാണ്. ഇതിനെ സംസ്കൃതത്തിൽ സ്ത്രീ ദൂരം എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ സർവ്വസമ്പത്തും ഭൗതിക ഐശ്വര്യങ്ങളും ദമ്പതികൾക്ക് നൽകുന്ന ഈ പൊരുത്തം ഇല്ലെങ്കിൽ ദമ്പതികൾ ഒരുമിച്ച് തിങ്കളാഴ്ചകളിൽ പാർവതി സമേതനായ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ വ്രതശുദ്ധിയോടെ ദർശനം നടത്തുന്നത് ദോഷപരിഹാര കർമ്മമാണ്. ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി, ഉമാമഹേശ്വര പൂജ തുടങ്ങിയവയും നടത്തുന്നത് ദീർഘപ്പൊരുത്തമില്ലായ്മയ്ക്ക് ഒരു പരിഹാരമാണ്. ഇനി നമുക്ക് സ്ത്രീ ദീർഘപ്പൊരുത്തമുള്ള ദമ്പതികളുടെ ജീവിതത്തെ പറ്റി ഒന്ന് നോക്കാം. ക്രിക്കറ്റ് ആരാധകരും സിനിമാ പ്രേമികളും ഏറെ ആഘോഷിച്ച പ്രണയമായിരുന്നു ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ വിരാട് കോഹ്ലിയുടെയും പ്രശസ്ത നടി അനുഷ്ക ശർമ്മയുടെയും. ഒരു ബോളിവുഡ് ലവ് സ്റ്റോറി പോലെ തന്നെ സംഭവബഹുലമായിരുന്നു ഈ പ്രണയം. ഒരു തവണ ഇരുവരും അടിച്ചു പിരിയുക വരെ ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും പ്രണയം പൂർവാധികം ശക്തിയോടെ പുനരാരംഭിക്കുകയും ഒടുവിലത് വിവാഹത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഇപ്പോൾ അവർക്ക് 2 മക്കളുമുണ്ട്. പ്രണയത്തിൻ്റെ പേരിൽ ഒരു സമയത്ത് വിമർശനങ്ങളും പരിഹാസങ്ങളുമെല്ലാം അനുഷ്കയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. കോഹ്ലി ബാറ്റിങ്ങിൽ ഫോം ഔട്ട് ആയത് അനുഷ്കയുമായിട്ടുള്ള ആ ഒരു പ്രണയം കൊണ്ടാണെന്നുള്ളൊരു പഴി അവർ കേൾക്കേണ്ടി വന്നു. എന്നാൽ അന്നും ഇന്നും കോഹ്ലിയുടെ താങ്ങും തണലുമായിട്ട് അനുഷ്ക ഒപ്പം തന്നെ ഉണ്ടായിരുന്നുവെന്ന് കാണാം. ഇരുവരും തമ്മിലുള്ള പ്രണയത്തിൻ്റെ നാൾവഴികൾ ആരാധകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരുന്നു. വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും തമ്മിൽ പരസ്പരം നേരിൽ കാണുന്നതൊരു ടെലിവിഷൻ പരസ്യ ചിത്രീകരണത്തിനിടെയായിരുന്നു. പിന്നീട് അവർ സൗഹൃദത്തിലേക്ക് വഴിമാറി. 2014 സൗത്ത് ആഫ്രിക്കൻ പര്യടനം കഴിഞ്ഞ് ഇന്ത്യൻ ടീം നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കോഹ്ലിയോടൊപ്പം അനുഷ്കയും ഉണ്ടായിരുന്നു. അന്ന് കോഹ്ലി തന്നെ അനുഷ്കയുടെ വീട്ടിലേക്ക് പോയി അവരുടെ വിവാഹത്തെപ്പറ്റി സംസാരിക്കുകയും പിന്നീട് അവർ വിവാഹിതരാവുകയും ചെയ്തു. ഹിന്ദി ചലച്ചിത്ര രംഗത്തെ അറിയപ്പെടുന്ന ഒരു അഭിനേത്രിയും മോഡലുമാണ് അനുഷ്ക ശർമ്മ. 2008 പുറത്തിറങ്ങിയ റബ്നെ ബനാദെ ജോഡി എന്ന സിനിമയിലെ നായിക കഥാപാത്രമായിട്ടാണ് അനുഷ്ക ചലച്ചിത്ര രംഗത്ത് എത്തിയത്. ബാംഗ്ലൂരിലാണ് അവർ ജനിച്ചത്. കേണൽ അജയ്കുമാർ ശർമ്മ എന്ന ആർമി ഓഫീസറുടെ പുത്രിയായിട്ട് ജനിച്ച അവർ ബാംഗ്ലൂരിലെ വിദ്യാഭ്യാസത്തിന് ശേഷം മോഡലിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായിട്ട് മുംബൈയിലേക്ക് താമസം മാറ്റി. പിന്നീട് അവർ ബോളിവുഡിലെ ഒരു മികച്ച അഭിനേത്രിയായിട്ട് അറിയപ്പെടുകയും ചെയ്തു. അവർ വിരാട് കോഹ്ലി എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെ ഭാര്യയാണെന്ന്. വിരാട് കോഹ്ലിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ താരവും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനുമാണ്. ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് കോഹ്ലി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വിജയിച്ച ക്യാപ്റ്റൻ കോഹ്ലിയാണ്. അദ്ദേഹം എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായും ആധുനിക യുഗത്തിലെ ഏറ്റവും മികച്ച താരമായും കോഹ്ലി കണക്കാക്കപ്പെടുന്നു. IPLൽ ഏറ്റവും കൂടുതൽ റൺ സ്കോർ അദ്ദേഹത്തിൻ്റേതാണ്. T20 ഏകദിനത്തിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന 4ാമത്തെ റാങ്ക് ഇദ്ദേഹത്തിനുള്ളതാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര സെഞ്ചുറികൾ നേടിയവരുടെ പട്ടികയിൽ ഇദ്ദേഹം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 2017 ആരാധകരുടെ ആഗ്രഹം പോലെ തന്നെ അവർ ജീവിതത്തിൽ ഒരുമിച്ചു. മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിച്ച് തീർത്തും രഹസ്യമായ നടന്ന ഒരു ചടങ്ങിൽ ഡിസംബർ 11, 2017 അവർ വിവാഹിതരായത്. ഇറ്റലിയിലെ ഒരു ആഡംബര റിസോർട്ടിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ. ബന്ധുക്കളും അടുത്ത ചില സുഹൃത്തുക്കളും മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തുള്ളൂ. മാധ്യമങ്ങൾക്ക് ചടങ്ങിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല താനും. 4 വർഷത്തിന് ശേഷം അവർക്കൊരു പുത്രി ജനിച്ചു. പിന്നീട് ഇപ്പോൾ ഒരു പുത്രനുമായി. ഒരു ഹിന്ദുമത വിശ്വാസിയായ ശർമ്മ അവരുടെ കുടുംബത്തോടൊപ്പം
ഹരിദ്വാറിലെ ആനന്ദാം ആത്മബോധാശ്രമത്തിൻ്റെ അനുയായിയാണ്. ആശ്രമം നയിക്കുന്നത് മഹാരാജ് അനന്ത് ബാബയാണ്. അവർ അവരുടെ കുടുംബത്തിൻ്റെ ആത്മീയ ഗുരുവും നടി ആശ്രമത്തിലെ സ്ഥിരം സന്ദർശക. അവർ അതുപോലെ ഒരു സസ്യാഹാര പ്രിയയാണ്. അവരെ ടൈംസ് ഓഫ് ഇന്ത്യ ബോളിവുഡിലെ ഏറ്റവും ചൂടേറിയ സസ്യാഹാരിയായ സെലിബ്രിറ്റികളിൽ ഒരാളായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മൃഗസ്നേഹിയുമാണ്. അതായത് പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് അവരെ ദി പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ അതീന്ദ്രിയ ധ്യാനത്തിൻ്റെ തീക്ഷ്ണമായ അഭ്യാസിയാണ്. അവർ ഒരിക്കൽ ഉത്കണ്ഠ രോഗത്തിൻ്റെ ഇരയാണെന്ന് അവർ പറയുകയും ചെയ്തു. അത് ഈ യോഗ പ്രാക്ടീസിലൂടെ അവർ അതിൽ നിന്ന് മോചിതയായി എന്ന് വേണം വിചാരിക്കാൻ. അതുപോലെ അവർ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട്. അവർ സേവ എന്ന ഒരു പുതിയ ജീവകാരുണ്യ സംരംഭം അവരുടെ മകൾ വാമികയെ കൂടി പങ്കാളിയാക്കിക്കൊണ്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവർ അവരുടെ ഭർത്താവ് വിരാട് കോഹ്ലിയെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുകയും അദ്ദേഹത്തെ കൂടി ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ഇനി നമുക്ക് അവരുടെ ജാതക പൊരുത്തമൊന്ന് ചർച്ച ചെയ്യാം. നക്ഷത്ര പൊരുത്തം നോക്കുമ്പോൾ മെയ് 1, 1988 ബാംഗ്ലൂരിൽ ജനിച്ച അനുഷ്ക ചോതി നക്ഷത്ര ജാതയാണ്. വിരാടാണെങ്കിൽ നവംബർ 5, 1988 ജനിച്ച് ഡൽഹിയിലാണ് ജനിച്ചത്. അദ്ദേഹം ഉത്രം നക്ഷത്ര ജാതനാണ്. ഇവരുടെ രാശിപ്പൊരുത്തം മധ്യമം, രാശാധിപപ്പൊരുത്തം ഉത്തമം, വശ്യപ്പൊരുത്തം ഉത്തമം, സ്ത്രീദീർഘപ്പൊരുത്തം ഉത്തമം, ദിനപ്പൊരുത്തം ഉത്തമം, മഹേന്ദ്രപ്പൊരുത്തം ഉത്തമം, ഗണപ്പൊരുത്തം മധ്യമം, യോനിപ്പൊരുത്തം അധമം. അങ്ങനെ ഇവരുടെ പൊരുത്തം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട പൊരുത്തങ്ങളെല്ലാം ഉത്തമവും മധ്യമവുമായിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. 5 ഉത്തമ പൊരുത്തങ്ങളും പിന്നെ 2 മധ്യമ പൊരുത്തങ്ങളും പിന്നെ ഒരു പൊരുത്തം മാത്രമേ അധമമായിട്ടുള്ളൂ. അപ്പോൾ 8-ൽ 7 പൊരുത്തവും ഇവർക്ക് അനുകൂലമാണെന്ന് നമുക്ക് കാണാം. പിന്നെ രജിദോഷവും ഇല്ല, അവർക്ക് വേദദോഷവും ഇല്ല. അപ്പോൾ ഇവർക്ക് നക്ഷത്ര പൊരുത്തം നോക്കുമ്പോൾ ഇവരുടെ ജാതകങ്ങൾ തമ്മിൽ വളരെ നല്ല ചേർച്ചയുള്ള ജാതകമാണെന്ന് കാണാം. അവരുടെ പാപസാമ്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പൊരുത്ത ചിന്തയിൽ, അതായത് നക്ഷത്ര ചിന്തയിൽ അവർക്ക് വളരെ അനുകൂലമാണ് അവരുടെ വിവാഹ ജീവിതം. അതുകൊണ്ട് തന്നെ സന്തുഷ്ടകരമായിരിക്കുമെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. അവർക്കും കുടുംബത്തിൽ ഒരു സമാധാനമായ ജീവിതം അവർ ജീവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അവരേതായാലും ഈശ്വരവിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ പൊരുത്തങ്ങൾക്കൊക്കെ പ്രാധാന്യം അവർ നോക്കി കാണുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകുന്നതും. അപ്പോൾ ഒരു നക്ഷത്രപ്പൊരുത്തത്തിൻ്റെ പ്രാധാന്യം ഈ ജാതകങ്ങൾ നല്ലപോലെ നമുക്ക് കാണിച്ചു തരുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.